ഷിരൂരിൽ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ കാണാതായ അർജുനു വേണ്ടി അർജുൻ ഓടിച്ചിരുന്ന വാഹനത്തിനു വേണ്ടിയുള്ള തെരച്ചിൽ ആണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 9ാം ദിവസം ആണ് തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ദിവസങ്ങളോളം മണ്ണിടിഞ്ഞ കരപ്രദേശത്തായിരുന്നു തെരച്ചിൽ നടത്തിയത് എങ്കിൽ കരപ്രദേശത്ത് അങ്ങനെയൊരു ലോറിയില്ല എന്ന് സൈന്യം സ്ഥിരീകരിച്ചു. അതിനുശേഷം പിന്നീട് പുഴയിലേക്ക് തെരച്ചിൽ കേന്ദ്രീകരിക്കുകയാണ്. ഇപ്പോഴും ആ നിലയിലുള്ള തെരച്ചിൽ തന്നെയാണ് അവിടെ പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അത്യാധുനിക സംവിധാനങ്ങൾ അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ പ്രക്രിയയാണ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും രക്ഷാപ്രവർത്തകർ സൂചിപ്പിക്കുന്നത് പോലെ സൂചനകളുടെ, പ്രതീക്ഷകളുടെ, അനുമാനങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ തിരച്ചിൽ നടക്കുന്നത് എന്ന് തന്നെയാണ്. ഏറ്റവും ആധുനികമായ സംവിധാനങ്ങൾ അടക്കം ഈ തിരച്ചിൽ നടക്കുന്ന പ്രദേശത്തേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്പസമയത്തിനകം ഞങ്ങളുടെ പ്രതിനിധി KV ബൈജു ഒപ്പം ചേരും. ഏറ്റവും സുരക്ഷിതമായ ഇടത്ത് ഏറ്റവും അടുത്ത് നിന്നുകൊണ്ട് വാർത്ത റിപ്പോർട്ട് ചെയ്യുവാനുള്ള അവസരം അധികൃതർ ഒരുക്കുന്നുണ്ട് എന്നാണ് നേരത്തെ ബൈജു വ്യക്തമാക്കുകയും ചെയ്തത്. അതോടൊപ്പം തന്നെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ നടക്കുമ്പോൾ തന്നെ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളം എന്ന് വ്യക്തമാക്കുന്ന മറ്റു ചില ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിരുന്നു. ആ ദൃശ്യം എന്നത് ഈ ഗംഗാവാലിപ്പുഴയുടെ മറുകരയിൽ നിന്ന് എടുത്തവർ ആണ്. ആ ദൃശ്യം അവർ അപ്രതീക്ഷിതമായി എടുക്കുന്നതാണ്. ഇങ്ങനെയൊന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്ര വ്യക്തമായ ഒരു ചിത്രം അല്ലെങ്കിൽ വീഡിയോ അല്ല എങ്കിൽ പോലും ഭയാനകമാകുന്ന തരത്തിൽ ഒരു പ്രദേശം മുഴുവൻ ഇടിഞ്ഞ് പുഴയിലേക്ക് വീഴുന്നു. അവിടെ പുഴയിൽ നിന്ന് വളരെ ഉയർന്ന തിരകൾ ഉണ്ടാകുന്നു. എന്താണ് സംഭവിച്ചത് എന്നറിയാതെ പ്രദേശവാസികളായിട്ടുള്ള ആ പുഴയുടെ മറുകരയിൽ ഇരുന്നവർ, അതാണ് ഗംഗാവാലി എന്ന പുഴയുടെ പ്രത്യേകത തന്നെ, അത് വലിയ പുഴയാണ് എന്നതാണ്. ചില ഭാഗങ്ങളിലെങ്കിലും പുഴയ്ക്ക് ഏതാണ്ട് 400 മീറ്ററോളം വരെ വീതിയുണ്ട് എന്നുള്ളതാണ്. അതായത് 1/2 കിലോമീറ്ററിനടുത്ത് തന്നെ വീതിയുള്ള ഒരു പുഴ. അങ്ങനെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കേരളത്തിൽ എവിടെയെങ്കിലും ഇങ്ങനെയൊരു വലിയ പുഴ കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഇതാ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ആ മണ്ണിടിച്ചിൽ ഉണ്ടായ സമയത്തെ ദൃശ്യങ്ങളാണ്. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഏത് ഭാഗത്താണോ മണ്ണ് ഇടിഞ്ഞത് അത് മൊബൈലിൽ ലോങ് വ്യൂവിൽ മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രദേശവാസികൾ അപ്രതീക്ഷിതമായി പകർത്തി, അവർ മറ്റേതോ പ്രവൃത്തികളിലൊക്കെ വ്യാപൃതർ ആയിരുന്നവരാണ്. അങ്ങനെ മൊബൈലിൽ ഉൾപ്പെടെ വീഡിയോ ഒക്കെ ചിത്രീകരിക്കുന്നതിനിടയിൽ ആയിരുന്നു ആ ഭയാനകമായ അപകടം സംഭവിക്കുന്നത്. ആ ഘട്ടത്തിൽ എന്താണ് എന്ന് അവർക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. പക്ഷെ പുഴയിലെ വെള്ളം, വലിയ തിര ആ സമയത്ത് രൂപപ്പെടുന്നു എന്നത് തന്നെയാണ്. ഒരു പക്ഷേ അത് തന്നെയാണ് ഈ അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളം എന്ന് പ്രേക്ഷകരും മനസ്സിലാക്കേണ്ടത്. ചെറിയ ഒരു കുന്നോ മലയോ ഒന്നുമല്ല. ഈ ഷിരൂർ എന്ന് പറയുന്ന പ്രദേശത്തു കൂടി ദേശീയപാത കടന്നു പോകുന്നത് വലിയ ഉയരത്തിലുള്ള മലയിടുക്കുകൾക്കിടയിലൂടെയാണ്. അവിടെ 300 മീറ്റർ വരെ ഉയരത്തിൽ ആണ് ഈ മലയിടുക്കുകൾ ഉള്ളത് എന്നതാണ്. അങ്ങനെയുള്ള മലയിടുക്കിന്റെ ഒരു ഭാഗം അപ്പാടെ പുഴയിലേക്ക് പതിക്കുന്ന സാഹചര്യം ആണ് ഉണ്ടായത്. ആയിരക്കണക്കിന് ടൺ മണ്ണാണ് നിമിഷങ്ങൾക്കുള്ളിൽ പുഴയിലേക്ക് പതിച്ചത്. അതുകൊണ്ടാണ് മറുകരയിൽ ഏറെ ദൂരത്ത് നിന്ന ആളുകൾ പോലും ഭയന്ന് ഓടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അത്രമേൽ ക്വാണ്ടിറ്റിയിൽ, അത്രമേൽ അളവിൽ ആണ് ഈ മണ്ണ് പുഴയിലേക്ക് പതിച്ചത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അതിൽ നിന്ന് തന്നെ ഈ ഒരു ദുരന്തത്തിന്റെ വ്യാപ്തി എന്ത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആ ലോങ് വ്യൂവിൽ തന്നെ ഒരു പ്രദേശം അവിടെ ഇല്ലാതായിരിക്കുന്നു. ആ മലയുടെ ഒരു ഭാഗം തന്നെ ഇല്ലാതായിരിക്കുന്നു എന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇത്രയും ഭാഗത്തിൽ വലിയൊരു ശതമാനം മണ്ണും ഈ പുഴയിലേക്കാണ് എത്തിയത്. അതോടൊപ്പം ആയിരിക്കാം അർജുന്റെ വാഹനവും പുഴയിലേക്ക് പതിച്ചത് എന്ന അനുമാനത്തിലേക്കാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകർ എത്തുന്നത്. അതിനപ്പുറത്ത് ഈ വാഹനം എവിടെ എന്നൊന്നും ഈ ഘട്ടത്തിൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന സാഹചര്യമില്ല. സാധാരണ ഒരു ഉരുൾപൊട്ടലിന്റെ സ്വഭാവമല്ല മണ്ണിടിച്ചിലിനുള്ളത്. മണ്ണിടിച്ചിലുണ്ടാകുമ്പോൾ അതിൽ ആദ്യം തെന്നിമാറുന്നത് ഏറ്റവും താഴെ തട്ടിലെ മണ്ണ് ആണ്. സ്വാഭാവികമായും ഈ മണ്ണിനോട് ചേർന്ന് റോഡരികിലായിരുന്നു അർജുന്റെ വാഹനം നിർത്തിയിട്ടിരുന്നത് എങ്കിൽ ആ വാഹനം അതിവേഗം അവിടുന്ന് തള്ളി മാറ്റപ്പെടുന്ന സാഹചര്യമുണ്ടാകും. ആ ഒരു ശക്തിയിൽ വാഹനത്തിന് എന്തു വേണമെങ്കിലും സംഭവിക്കാം. ഈ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത എന്നത് വലിയ പാറക്കെട്ടുകൾ ഇല്ല എന്നുള്ളതാണ്. ചെമ്മണ്ണാണ് ഈ മലയുടെ പ്രത്യേകത എന്നത്. വെള്ളപ്പാറകൾ ആണ് അധികവുമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ അങ്ങനെ വലിയ പാറകൾ ഈ വാഹനത്തിലേക്ക് പതിച്ചിട്ടുണ്ടാകില്ല എന്ന പ്രതീക്ഷയൊക്കെ ഒരു ഘട്ടത്തിൽ പങ്കുവച്ചത്. പക്ഷേ പലതും സംഭവിക്കാം. ഒരു പക്ഷേ ആ വാഹനത്തിന് വലിയ തോതിലുള്ള
തകരാറ് സംഭവിച്ചിട്ടുണ്ടാകാം. വാഹനം തന്നെ പല ഭാഗങ്ങളായി വേർപെട്ടു പോയിട്ടുണ്ടാകാം. അതിലേതൊക്കെ ഭാഗങ്ങൾ ഇപ്പോഴും ലോറി എന്നത് ആ ലോറിയുടെ അതേ രൂപത്തിലും ഭാവത്തിലും തന്നെ ആകണമെന്നില്ല. മണ്ണിനടിയിൽ ഉണ്ട് അല്ലെങ്കിൽ പുഴയിൽ ഉണ്ട് എങ്കിൽ ചിലപ്പോൾ അത് പല ഭാഗങ്ങളായി വേർപെട്ടു പോയിട്ടുണ്ടാകാം. ഈ സാധ്യതകളൊന്നും രക്ഷാപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം തള്ളിക്കളയാൻ സാധിക്കില്ല. എങ്കിലും രക്ഷാപ്രവർത്തകർ ഇപ്പോൾ അങ്ങനെ ഒരു ഭാഗമെങ്കിലും കണ്ടെത്താൻ സാധിക്കുമോ എന്ന ശ്രമത്തിൽ തന്നെയാണ്. അതിന് കൂടുതൽ സംവിധാനങ്ങൾ ഉൾപ്പെടെയാണ് ഷിരൂരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും തുടക്കത്തിൽ വേണ്ടത്ര ജാഗ്രത പുലർത്തിയില്ല ഭരണകൂടം എന്ന വലിയ വിമർശനം നിലനിന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അർജുനെ കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജികൾ കോടതിക്ക് മുന്നിലേക്കും എത്തിയത്. വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത് എന്ന് കോടതിയും വിലയിരുത്തുന്നു. എന്നാൽ കർണാടക സർക്കാർ കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ഈ വിഷയത്തിൽ ഒരു അനാസ്ഥയും ഉണ്ടായിട്ടില്ല, രക്ഷാപ്രവർത്തനം ഒരു നിമിഷം പോലും വൈകിയിട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് 16-ാം തീയതി രാവിലെ ആയിരുന്നു അവിടെ ഈ മണ്ണിടിച്ചിലുണ്ടാകുന്നത്. 16-ാം തീയതി ഉൾപ്പെടെയുള്ള സമയങ്ങളിൽ റെഡ് അലർട്ടായിരുന്നു ഈ പ്രദേശത്ത് പ്രഖ്യാപിച്ചിരുന്നത്. അതായത് ഏറ്റവും ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആയിരുന്നു ദേശീയപാത 66-ൽ മണ്ണിടിച്ചിൽ ഉണ്ടായത്. ആ മണ്ണിടിച്ചിലിൽ ആ പ്രദേശത്തിന്റെ സ്വഭാവം അനുസരിച്ച് അവിടെ ഏതാനും വീടുകളുണ്ട്. അവിടെ ഒരു ചായക്കടയുണ്ടായിരുന്നു. ഈ ചായക്കടയും വീടുകളും അവിടെയുള്ളവരുമൊക്കെ മണ്ണിനടിയിലായിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായി തന്നെ വ്യക്തമായിരുന്നു എന്നാണ് കർണാടക സർക്കാർ അറിയിച്ചത്. വളരെ പെട്ടെന്ന് തന്നെ 10 മണിയോടുകൂടി തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു എന്ന് കർണാടക സർക്കാർ പറയുന്നുണ്ട്. കർണാടക സർക്കാർ വ്യക്തമാക്കുന്നത് ആ സമയത്ത് രക്ഷാപ്രവർത്തനം എന്നത് ഏറെ ദുർഘടമായിരുന്നു എന്നതാണ്. കാരണം അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ആ മണ്ണിടിച്ചിൽ നടന്നതിന് ശേഷവും ശക്തമായ മഴ പെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ മണ്ണ് ഇടിഞ്ഞതിൻ്റെ ബാക്കി ഭാഗം, അതായത് ആ മലയുടെ മറ്റു പ്രദേശങ്ങൾ കൂടി ഏത് നിമിഷവും നിലം പൊത്താമുള്ള എന്ന സാധ്യത തള്ളിക്കളയാനാകുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകരെ ആ ഘട്ടത്തിൽ ഈ ഷിരൂരിലെ മണ്ണിടിഞ്ഞ ഭാഗത്തേക്ക് അയക്കാൻ സാധിക്കുമായിരുന്നില്ല എന്നാണ് കർണാടക സർക്കാർ പറയുന്നത്. എങ്കിൽ പോലും സാധ്യമാകുന്ന തരത്തിൽ അന്ന് 9 മണിക്ക് മണ്ണിടിയുന്നു, 10 മണിക്ക് തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു എന്നാണ് പറയുന്നത്. അവിടെ ഗതാഗതം ആ നിമിഷം തന്നെ വഴിതിരിച്ചു വിട്ടതായി പറയുന്നുണ്ട്. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനയും അഗ്നിശമന സേനയും നാവികസേനയും ജില്ലാ ഭരണകൂടവും രാവിലെ 10 മണിക്ക് തന്നെ തെരച്ചിലിന്റെ ഭാഗമായി എന്നാണ് പറയുന്നത്. മണ്ണ് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് നീക്കാം എന്നുള്ളതായിരുന്നു ആദ്യത്തെ ശ്രമം. പക്ഷേ അവിടെയും കർണാടക സർക്കാർ പറയുന്നത് അതത്ര എളുപ്പമായിരുന്നില്ല എന്നതാണ്. കാരണം ഈ പറയുന്നത് പോലെ മഴ തുടരുന്ന സാഹചര്യം, മണ്ണ് കൂടുതൽ ഇടിയാനുള്ള സാഹചര്യം, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് കൂറ്റൻ യന്ത്രങ്ങളോ മണ്ണുമാന്തി യന്ത്രങ്ങളോ എത്തിച്ച് വീണ്ടും മണ്ണും നീക്കിയാൽ ആ മണ്ണിൻ്റെ ഘടന എങ്ങനെയാണ് എന്നറിയില്ല. അതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമാകുന്നവർ ഉൾപ്പെടെ അപകടത്തിൽ പെട്ടുപോയേക്കാം എന്ന സാധ്യതയുണ്ടായിരുന്നു. ആ സാധ്യതയിൽ നിന്നുകൊണ്ടാണ് 16-ാം തീയതിയും 17-ാം തീയതിയും ഒക്കെ രക്ഷാപ്രവർത്തനം തുടർന്നത് എന്നാണ് കർണാടക സർക്കാർ കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. അതിനുശേഷം അർജുൻ എന്ന മലയാളിയെ കാണാനില്ല എന്ന പരാതി ഔദ്യോഗികമായി ലഭിച്ചത് 19-ാം തീയതിയാണ് എന്നാണ് കർണാടക സർക്കാർ കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ 19-ാം തീയതിക്ക് മുമ്പ് തന്നെ രക്ഷാപ്രവർത്തനവും തെരച്ചിലും ആരംഭിച്ചിരുന്നു എന്നുകൂടി കർണാടക സർക്കാർ പറയുന്നുണ്ട്. അർജുന്റെ കുടുംബം ആവശ്യപ്പെട്ട പ്രദേശത്ത് തെരച്ചിൽ നടത്തി. തുടർ ദിവസങ്ങളിൽ വിദഗ്ധ സംഘത്തെ എത്തിച്ചു, സൈന്യത്തെ എത്തിച്ചു, മറ്റ് അത്യാധുനിക സംവിധാനങ്ങൾ എത്തിച്ചു, പുഴയിലടക്കം തെരച്ചിൽ വ്യാപിപ്പിച്ചു. ഇതാണ് ഈ കർണാടക സർക്കാർ ഇപ്പോൾ കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. തങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുമുള്ള വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ ലോഹഭാഗങ്ങൾ ഉണ്ടോ എന്നത്, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ലോറി എന്നത് ഒരു ലോറിയുടെ പൂർണ്ണമായ അവസ്ഥയിൽ ആകണമെന്നില്ല. ആ ലോറിക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടാകാം, ലോറിയുടെ ഭാഗങ്ങൾ വിവിധ പ്രദേശങ്ങളിൽ ആകാം. അങ്ങനെയെങ്കിൽ ആ ഭാഗങ്ങൾ ഉൾപ്പെടെ കണ്ടെത്തുന്നതിനുള്ള തിരച്ചിലാണ് തുടരുന്നത്. റഡാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, സോണാർ സിഗ്നൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ തെരച്ചിൽ തുടരുന്നത് എന്നാണ് കർണാടക സർക്കാരും വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ ഷിരൂരിലെ ആകാശ ദൃശ്യം ആണ്. അതായത് ഒരു പ്രദേശത്തെ മണ്ണ്, അത് 1-2 ലോഡ് മണ്ണല്ല, ആയിരക്കണക്കിന് ലോഡ് മണ്ണ് ആണ് ആ റോഡിലേക്ക് പതിച്ചത്. ആ സമയം മഴ അതിശക്തമായിരുന്നു, മണ്ണ് വീണ്ടും ഇടിഞ്ഞു വീഴാവുന്ന സാഹചര്യമായിരുന്നു.
ചെങ്കുത്തായ പ്രദേശമാണ്. അവിടെ പാറക്കെട്ടുകൾ അല്ല എന്നതുകൊണ്ട് തന്നെ ശേഷിക്കുന്ന മണ്ണും ഏത് നിമിഷവും ദേശീയപാതയിലേക്ക് പതിക്കാവുന്ന സാഹചര്യമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് തുടക്കത്തിൽ രക്ഷാപ്രവർത്തനം അതീവ ജാഗ്രതയോടുകൂടി നടന്നത് എന്നതാണ് കർണാടക സർക്കാരിൻ്റെ പ്രതികരണം. എന്തായാലും ആ പരാതികൾക്ക് ഇനി ഇടമില്ല. എങ്ങനെയും അർജുനെ കണ്ടെത്തുക, അർജുൻ്റെ വാഹനം കണ്ടെത്തുക എന്നത് തന്നെയാണ് ലക്ഷ്യം. ആ നിലയിലുള്ള തെരച്ചിൽ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗംഗാവാലി പുഴയുടെ മറുഭാഗമാണ്, മണ്ണിടിഞ്ഞതിൻ്റെ മറുഭാഗമാണ് പ്രേക്ഷകർ കണ്ടത്. അതാണ് ആ പ്രദേശത്തിൻ്റെ ഭൂപ്രകൃതി എന്നത്. ഒരു ഭാഗത്ത് ചെങ്കുത്തായ മലമ്പ്രദേശം, അതിന് തൊട്ടുചേർന്ന് പുഴയൊഴുകുന്നു. മറുഭാഗത്ത് നദീതടം പോലെ ഉള്ള പ്രദേശം ആണ് ഉള്ളത്. നേരത്തെ പ്രേക്ഷകർ ഉൾപ്പെടെ ആ പുഴയിലേക്ക് മണ്ണിടിഞ്ഞു വീണപ്പോൾ വലിയ തോതിൽ തിര ഉയർന്നത് കാണാൻ സാധിച്ചിരുന്നു. ആ പ്രദേശത്തിൻ്റെ ദൃശ്യങ്ങൾ ആണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അവിടെ കാർഷിക മേഖല കൂടിയാണ്, നിരവധി കർഷകർ കൂടി കൃഷി ചെയ്യുന്ന ഒരു ഭൂപ്രദേശമാണ്, നദീതടത്തിൻ്റെ സ്വഭാവമുള്ള ഭൂപ്രദേശമാണ്. ഇങ്ങനെ ഭൂപ്രദേശത്തിൻ്റെ പ്രത്യേകത കൂടിയുണ്ട്. ഇപ്പോഴിതാ ഈ വലിയ പുഴയുടെ പട്ടികയിൽ വരുന്ന ഒന്നാണ് ഗംഗാവാലി പുഴ എന്നത്. ചില